Black Tulips is the mother gang and Baba was his father figure. കോൺട്രാക്ട് ചെയ്യുന്ന ഒരു ഏജന്റിനോടുള്ള പ്രൊഫഷണൽ റിലേഷൻഷിപ്പിനേക്കാൾ ഒരു ദത്തുപുത്രനോടുള്ള വിശ്വാസമായിരുന്നു ബാബയ്ക്ക് അയാനോട്. കാരണം ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ നീ എവിടെയോ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ വിശ്വസിക്കാനായിരുന്നു എനിക്കിഷ്ടവും. ഇതെന്ത് പേരാടാ ഇത്? അയാൻ, വാട്ട് ഈസ് ദിസ്? കള്ള പാസ്പോർട്ട് ഉണ്ടാക്കി തന്ന ഒരു ഗുജറാത്തിയുടെ പേരാ. ആദ്യം എനിക്കും അതൊരു, പിന്നെ ആ പേരുമായി ഇണങ്ങി. നമ്മൾ പ്ലാൻ ഒന്ന് മാറ്റിപ്പിടിക്കുക. മിഡിൽ ഈസ്റ്റിൽ വലുതായൊന്നും ചെയ്യാനില്ല നമുക്കിനി. ഇപ്പം നല്ല മാർക്കറ്റ് ചൈനയാണ്, എല്ലാം കൊണ്ടും. അതിനു പറ്റിയ സ്ഥലം ഇതൊക്കെയാണ്: കോലാലംപൂർ, ബാങ്കോക്ക്, ഇൻഫാക്ട് ഹോങ്കോങ്. നല്ലത്. അതിനു മുമ്പ് പിറകെ മണം പിടിച്ചു വരുന്ന ഒരു പഴയ ചങ്ങാതിയുണ്ട് നമുക്ക്, രാഘവൻ. നമുക്കൊരുപാട് സ്നേഹമുള്ള ശത്രു. With that, Bangkok Police Department welcome to Inspector Samir and Raghavan Murthy. Thank you, General Chang. It's Raghavan Murthy. Gentlemen, the Black Tulips. Black Tulips. Very interesting name. Yeah, it is. അവരുടെ ആശയവിനിമയങ്ങൾ ട്യൂലിപ്പ് പുഷ്പങ്ങളിലൂടെയായിരുന്നു. കറുത്ത പൂക്കൾ. 80കളിലും 90കളുടെ തുടക്കത്തിലും വളരെ ശക്തമായൊരു ഗ്യാങ് ആയിരുന്നു അത്. ചെറുകിട സ്മഗ്ലിങ്ങിൽ തുടങ്ങി റോബറി, ഹവാല, പിന്നെ സുപാരി കൊലപാതകങ്ങളിലേക്കുമുള്ള അവരുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഹൈദരാബാദ്, മുംബൈ, ഗോവ, ദുബായ്, പിന്നെ ഇറാൻ, ഇവിടങ്ങളിലായിരുന്നു ഇവരുടെ ആദ്യകാല പ്രവർത്തനം. പിന്നെ എപ്പോഴോ കിഴക്കൻ യൂറോപ്പിലേക്ക്. ഇപ്പോൾ അവർ ഇവിടെയുണ്ട്, ബാങ്കോക്കിൽ. ചൈന, ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഈസി ആക്സസ് അതാവാൻ കാരണം ജോസഫ് തരകൻ. കാഞ്ഞിരമറ്റത്തു നിന്ന് ഗോവയിലേക്കും പിന്നെ ഹൈദരാബാദിലേക്കും കുടിയേറിയ ഓൾ ടൈം സ്മഗ്ലർ പാട്രിയാർക്ക്, ബ്ലാക്ക് ടുലിപ്സിൻ്റെ അമരക്കാരൻ. വളർത്തുമകൻ ഒരു കാർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഇയാൾ ആക്റ്റീവല്ല. ഇപ്പോൾ ബിസിനസ് നോക്കുന്നത് സണ്ണി തരകൻ, ജോസഫിൻ്റെ മകൻ, ഒരിടത്തിയാട്ടക്കാരൻ. എനിക്ക് കിട്ടിയ അറിവ് ശരിയാണെങ്കിൽ സണ്ണിക്ക് ബിസിനസ്സിൽ കിട്ടിയ ഒരു തിരിച്ചടി മറികടക്കാൻ ജോസഫ് തരകൻ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പണി കൂടും. ഒരിക്കൽ ഉപേക്ഷിച്ച വേഷത്തിലേക്ക് നിർബന്ധിക്കപ്പെട്ട ഒരു നടന്റെ മനസ്സില്ലായ്മ, മറക്കാൻ പറ്റാത്തത്ര കടപ്പാടുള്ള വളർത്തച്ഛൻ. ഈ രണ്ട് അവസ്ഥകളുടെയും ഇടയിൽ അയാൻ ഒരു കാര്യം തീർച്ചപ്പെടുത്തിയിരുന്നു: ദാറ്റ് ഹി വുഡൻ ഡ്രാഗ് ഹിസ് ലാവൻഡർ ഗേൾ ടു ദിസ് ഡേർട്ട്. ഒരഴുക്കും അവളെ, ഇഷയെ ബാധിക്കരുത് എന്നുറപ്പുണ്ടായിരുന്നു അയാൾക്ക്. See, I get his confusion. പക്ഷേ ഇഷ doesn't know anything about അയാൻ. അവളെ ഇതെങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? ദൂരെ നിന്ന് തന്നെ ആരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവൾക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അയാളുടെ ഒരു ഡിഫൻസ് മാത്രമായിരുന്നു ഫ്ലോറൽ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യുക എന്നുള്ളത്. മോർ ദാൻ എനിത്തിങ് അയാളുടെ ഭയം അയാളുടെ ഗ്യാങ്ങിനെ തന്നെയായിരുന്നു. He knew every move was being watched and he didn't want anyone to connect him to Isha.
so he was still in dark. ഇന്ന് പൂക്കൾ വന്നില്ല. ആരോ അയക്കുന്ന പൂക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞാൻ. തോന്നേണ്ടത് ദേഷ്യമാണ്, പക്ഷേ ഞാൻ അറിയുന്നു. ഐ മിസ് ദി ഫ്ലവേഴ്സ്. ഐ മിസ്. ആ ലാവൻഡർ പൂക്കൾ വരാതായപ്പോൾ ഷീ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഡെസ്പറേറ്റ്. So, this is Ragan Murthy. Yeah. How did he come to know about Isha? Hello, Wait, this one. money. Money, dear money. The small. Thank you. Thank you. Can you pay me first? Oh, sure. Thanks. Sorry, I have to go. പക്ഷേ ഇത് തീർന്നിട്ടില്ല. നാളെ ഇവിടെ കാണൂ. ആ, എന്നാ ഞാൻ നാളെ വരാം, ഇതേ സമയം. ഓക്കെ, ഓക്കെ. ബാക്കി നാളെ. ബൈ. സോറി, ഇന്നലത്തെ ചിത്രത്തിൽ കാപ്പി വീണ് സ്പോയിലായി. ഇനി ആദ്യം തുടങ്ങണം. ഹേയ്, ഞാനല്ലേ സോറി പറയേണ്ടത്? ഇന്നലെ ഞാൻ തിരക്ക് കൂട്ടിയുണ്ടല്ലേ. ഐ എം സോറി. യു ക്യാരി ഓൺ. ഞാൻ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ഓക്കെ.
പോർട്രേറ്റ് വരയ്ക്കുമ്പോ എന്നെ നോക്കാതിരുന്ന എങ്ങനെയാ? ഓ ഷുവർ ഷുവർ, ഞാൻ ഇങ്ങോട്ട് തന്നെ നോക്കിയിരുന്നേ. പെട്ടെന്ന് അവിടെ എന്തോ കണ്ടപ്പോ എന്താ കണ്ടത്? നത്തിങ്, ഒന്നുമില്ല. എന്നെക്കുറിച്ച് എന്താ അഭിപ്രായം? ഒരു ചിത്രകാരി എന്ന നിലയ്ക്ക് എൻ്റെ ഫീച്ചേഴ്സ് അത്രയ്ക്ക് മോശമാണോ? ഓ, ഐ എം റിയലി സോറി. വൺ സെക്കൻഡ്. ഇത്ര പെട്ടെന്നോ? ഇതിലും വേഗം പറ്റും. I see. ഇഷ്ടായില്ലെങ്കിൽ വേറെ വരച്ചു തരാം. നാളെ ഞാൻ വന്ന ഇതുപോലെ എൻ്റെ ഒരു പെയിന്റിംഗ് വരച്ചു തരൂ. ഉം. നാളെ കാണാം. ഒരു മിനിറ്റ്. സിദ്ധാർത്ഥ് ഇഷയുടെ മുന്നിലെത്തുമ്പോൾ അവൻ ഒരിക്കലും കരുതിയില്ല അവൻ അറിയാതെ തന്നെ ഇഷയുടെ പ്രതീക്ഷയുടെ ഭാഗമാകുകയാണെന്ന്. ഓ, അപ്പോൾ ഹൗ ഡിഡ് അയൻ റിയാക്ട് ടു എ ന്യൂ ഗസ്റ്റ്? അയാൾ ഒരു ഭാഗത്തു നിന്നും സിദ്ധാർത്ഥിനെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അവരിലേക്ക് ഇടപെടാൻ അയാൾക്ക് എന്തുകൊണ്ടോ ഒരു ഗ്രൗണ്ട് ഉണ്ടായില്ല. മനസ്സങ്ങനെ പറഞ്ഞുവെങ്കിലും. A wounded gangster, identity mistaken a lover boy, an innocent girl in between. At the end of the day, it's a love triangle. ഞാനിതിനെ കാണുന്നത് ഇറ്റ്സ് മോർ ഓഫ് എ ടൈറ്റ് റൂപ്പ് വാക്ക്. ശരിയുടെയും തെറ്റിൻ്റെയും ആഴങ്ങൾക്കിടയിൽ ഒരു നൂൽപാലത്തിൽ നിൽക്കുന്ന പെൺകുട്ടി. ഇറ്റ്സ് ഹെർ ടോർമെന്റ് ആൻഡ് ഹെർ ചോയ്സസ്. സുഖമില്ലേ? ഇന്നലെ കുറെ നേരം വെയിറ്റ് ചെയ്തോ എന്നെ? ഞാനോ? ഏയ്, ഉം. കുറച്ച്. എന്നെ തുടങ്ങാം. തുടങ്ങാനോ? എന്ത്? വാട്ടർ കളർ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ അന്ന്? യെസ്. നമുക്കൊരു കോഫി കുടിച്ചാലോ? നോ, വേണ്ട. ലെറ്റ് മീ ഫിനിഷ് ഫസ്റ്റ്. എനിക്ക് വേണം. ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചെന്നേ. വേഗം വരാം. കം ഓൺ പ്ലീസ്. ഓക്കെ. എന്റെ ഇഷ്ടങ്ങൾക്കിപ്പോൾ സിദ്ധാർത്ഥിന്റെ രൂപമാണ്. എന്താ ഇവിടെ? ഫ്രാങ്കോ ചേട്ടാ, ഏതാ തെണ്ടി? ഓ, അത് പോട്ടടാ. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി.
Wow. Wow. Beautiful. ഈ അന്യനാട്ടിൽ വന്നൊരു മലയാളി പെണ്ണ് വഴിതെറ്റിപ്പാൻ ഞാൻ അനുവദിക്കില്ല. അതിനെനിക്ക് വഴിയൊന്നും തെറ്റിയിട്ടില്ലല്ലോ. വഴിതെറ്റാൻ പറ്റിയൊരു പ്രായം. എന്റെ ജാനറ്റ് നിങ്ങളെ കുറിച്ചല്ല, പിന്നെ ഇഷയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇഷയ്ക്ക് എന്ത് പറ്റി? അവൾ ഒരുത്തന്റെ കൂടെ ഫുൾ ടൈം കറക്കവാ. അവനാണെങ്കിൽ ഭൂലോക പിഴ. ഒരു ദിവസം അവനെ പാർക്കിൽ കണ്ടു. പിന്നെ നോക്കിയപ്പോ ദേ കോഫി ഷോപ്പിൽ നിൽക്കുന്നു. അപ്പോഴൊക്കെ അവന്റെ കൂടെ ഒരു പെണ്ണുണ്ട്. ഇവനാരെ കോസിനോ? ഏയ്, നിന്റെ മഞ്ഞ കണ്ണുകൊണ്ട് കാണുന്നോണ്ട് തോന്നുക. എനിക്കറിയാം ഇഷ എങ്ങനത്തെ കുട്ടിയൊന്നുമല്ല. മേലാൽ ഈ സൈസ് കാര്യങ്ങളുമായി ഇങ്ങോട്ട് വന്നാൽ പടമാക്കി ഞാൻ ഭിത്തിയിൽ ഒട്ടിക്കും. ഇവരെന്താ ഇരട്ട പറ്റതാ? Good morning. May I come in? Oh, please. Thank you. അപ്പൂപ്പ, ഇതാണ് ഞാൻ പറഞ്ഞ സിദ്ധാർത്ഥ്. ഹായ്. ഇതെന്റെ അപ്പൂസ്. മൈസലോങ് എന്ന ശാന്തിഗിരി കണ്ടുപിടിച്ച ലോകത്തിലെ ആദ്യത്തെ മലയാളി. Sit down. Thank you. സിദ്ധാർത്ഥ്, കാപ്പിയോ ചായയോ? ഏതായാലും. സിദ്ധാർത്ഥ്, ഇവിടുത്തെ ചായ സംതിങ് സ്പെഷ്യലാണ്. 80s വരെ ഈ ഏരിയയിലെ മെയിൻ കൾട്ടിവേഷൻ കഞ്ചാവായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും ടോപ്പ്. പിന്നെ ഗവൺമെന്റ് ഇടപെട്ട് അതെല്ലാം വെട്ടിക്കളഞ്ഞു. തേയില റീപ്ലാന്റ് ചെയ്തു. അതുകൊണ്ടാണോന്നറിയില്ല, ഇവിടുത്തെ ചായക്ക് വല്ലാത്ത ലഹരിയാ. ദിസ് പ്ലേസ് ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. നാട് പോലെ തന്നെ നമ്മളെ പിടിച്ചു നിർത്തുന്ന എന്തോ ഉണ്ട് ഇവിടെ. സിദ്ധാർത്ഥ നാട്ടിലെവിടെ? പാലക്കാടാ. ഇവിടെ പെന്റാഗ്രാഫിക്സിൽ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓ, വെരി ഗുഡ്. താങ്ക്സ്. സിദ്ധാർത്ഥ്, do you play chess? അപ്പൂസേ. Okay, okay. Have tea. Come in. Wow. Nice room. ഏയ്, ഇതിലല്ലേ കാപ്പി വേണമെന്ന് പറഞ്ഞത്? നോക്കട്ടെ. ഇത് വേറൊരാളാ. എനിക്കുറപ്പാ അതെന്റെ തന്നെ സ്കെച്ചാ അല്ലേ? ഇത് വേറൊരാളാ. ഇത് ഏതായി സ്ഥലം? അന്നും സിറ്റിയിലെ പോർട്രേറ്റ് ലൈഫിൽ നിന്ന് ഒരു റിലീഫ് തേടിയാണ് ഞാൻ അവിടെ എത്തിയത്. എന്തുകൊണ്ടോ ആ ലാൻഡ്സ്കേപ്പ് ക്യാൻവാസിൽ പകർത്താൻ തോന്നിയ ദിവസം, മൈ ഫേവറേറ്റ് ഗെറ്റ് അവേ. ബട്ട് അൺകോൺഷ്യസായി എനിക്ക് ആരോ തുണയായി. ബോധം വന്നപ്പോൾ ഒരു ക്ലിനിക്കിൽ. പക്ഷെ അയാൾ പോയി കഴിഞ്ഞിരുന്നു. ഒരു നന്ദി വാക്കിന് പോലും കാത്തു നിൽക്കാത്ത സുഹൃത്ത്. പിന്നീട് തിരിച്ചെത്തിയ എനിക്കായി ഒരു വലിയ കരുതൽ അവിടെ ഉണ്ടായിരുന്നു. സേഫായ ഒരു ബ്രിഡ്ജ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മൈ കളേഴ്സ്.
അതിന് പകരം വെക്കാൻ കയ്യിലുണ്ടായിരുന്നത് ഒരു പെയിന്റിംഗ് മാത്രം. ആൻഡ് ഹി റെസ്പോണ്ടഡ് ദ സെയിം വേ. അന്ന് മുതൽ ഒരു പിടി ലാവൻഡർ പൂക്കൾ അയാൾ എനിക്ക് തന്നുകൊണ്ടേയിരുന്നു. എന്നിട്ടും നീ മാത്രം ഒന്നും അറിയാത്തവനെ പോലെ, മറ്റൊരാളെ പോലെ. അത് നീ തന്നെയല്ലേ? ഞാൻ അവളോട് കള്ളം പറഞ്ഞില്ല, സത്യവും. ഐ ചോസ് സൈലൻസ്. A song is always sweeter with wine. I totally agree. Oh my god, it's time. Yes, it's time for some action. ബ്ലാക്ക് ട്യൂലിപ്സിൻ്റെ അണ്ടർഗ്രൗണ്ട് ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം മൂർത്തി തൻ്റെ ഓഫീസേഴ്സിനെ ഡിപ്ലോയ് ചെയ്തിരുന്നു. ഒരു ഡ്രാഗ് നെറ്റ്. Yes, tell me. We are already taking care of it. I will handle it. Damn it. സണ്ണി, വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം, എത്രയും പെട്ടെന്ന്. Yes, Dad. Suraj, I'll put my best voice on it. do that. Isha! Down! Stay down!
Take him! Take him!